നിയമസഭയിലെ പ്രതിഷേധത്തിൽ 3 പ്രതിപക്ഷാംഗങ്ങൾക്ക് സസ്പെൻഷൻ. കോൺഗ്രസ് അംഗങ്ങളായ എം വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ്, റോജി എം ജോൺ എന്നിവർക്കെതിരായാണ് നടപടി. നടപ്പ് സമ്മേളനത്തിൽ നിന്നാണ് എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്തത്. ചീഫ് മാർഷലിനെ പരുക്കേൽപ്പിച്ചെന്നും സഭാമര്യാദകൾ ലംഘിച്ചു എന്നുമാണ് പ്രമേയം. ഭരണപക്ഷമാണ് പ്രകോപനമുണ്ടാക്കിയതെന്നും നടപടി അംഗീകാരമായി കാണും എന്നുമാണ് നടപടി നേരിട്ട എംഎൽഎമാരുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണമോഷണത്തിൽ തുടർച്ചയായി 4ാം ദിനവും നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നു. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്കാൻ ചേർന്ന് മുമ്പിലാണ് നോക്കേണ്ടത്. യെസ്, അങ്ങ് പറഞ്ഞോ. പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ അവിടെ പിടിച്ചോ. അവിടെ പിടിക്കാൻ നിങ്ങൾക്ക് ഇവിടെ പിടിക്കാൻ പറ്റില്ല. നോ പിടിച്ചു വാങ്ങിക്ക്. അത് പിടിച്ചു വാങ്ങിക്ക്. അത് പിടിച്ചു വാങ്ങിക്ക്. അവിടെ പിടിച്ചോ. ഇവിടെ പിടിക്കാൻ പറ്റില്ല. അവിടെ പിടിക്കാൻ പറ്റില്ല. യെസ് അങ്ങ് പറഞ്ഞോ. സർ, ബഹുമാനനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. സർ, ഒരു സ്ത്രീയെ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. സർ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്താണ് സർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ധിക്കാരമാണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ സഭയും ലോകവും മുഴുവൻ സർ, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നതുമായി ഞങ്ങൾ ചീഫ് മാർഷലിന് പരിക്കേറ്റ് പ്രതിപക്ഷത്തിന്റെ അക്രമത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയത് അങ്ങ് പറഞ്ഞതുപോലെ ഗാലറിയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ടതാണ്. ആ സീറ്റുകളിൽ നിന്ന് എരച്ചു വന്ന് ഇടിച്ചു കയറാൻ ശ്രമിച്ചത് ആ ബലപ്രയോഗത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നിശബ്ദ ജീവികളായിട്ടുള്ള വാച്ചൻവാർഡിനെ ആക്രമിച്ചതും ചീഫ് മാർഷലിന്റെ കൈക്ക് പൊട്ടലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. സർ, പശ്ചാത്താപത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ ലാഞ്ചന പോലും ഇല്ലാതെ അതിനെ ന്യായീകരിക്കുകയല്ലേ പ്രതിപക്ഷ നേതാവ് ചെയ്തത്? അദ്ദേഹം അതിനെ ന്യായീകരിക്കില്ല. അപ്പൊ അക്രമത്തിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് വ്യക്തമായിരിക്കുകയല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.